അപ്പൊ ശരി അയച്ചു. നാളെ കാണാം. ഓക്കെ നന്ദു. അപ്പൊ നാളെ കാണാം. നന്ദു, അത് നിന്റെ ഹസ്ബൻഡ് അല്ലേ? എവിടെ? ദേ അവിടെ ഫ്ലവർ കടയുടെ ഫ്രണ്ടില്. നോക്കിയേ, അല്ലേ? ഓക്കെ ഡി, ബൈ. ഏട്ടൻ എന്താ ഫ്ലവർ കടയുടെ ഫ്രണ്ടില്? ഏട്ടൻ ഇന്ന് ഓഫീസിൽ പോയതല്ലേ? ഈ സമയത്ത് ഏട്ടൻ എന്തായിരിക്കും ഇവിടെ? ഏട്ടൻ ആർക്കാ ഈ ഫ്ലവർ മേടിച്ചത്? ഓ, ചിലപ്പം എനിക്ക് തരാനായിരിക്കും സർപ്രൈസ് ആയിട്ട്. വേണ്ട, ഇപ്പൊ അങ്ങോട്ടേക്ക് ചെല്ലണ്ട. ഏട്ടന്റെ സർപ്രൈസ് പൊട്ടിക്കണ്ട. വീട്ടിലോട്ട് പോവാം. ഏട്ടൻ എന്താ ഇത്ര താമസിക്കുന്നത്? നേരെ ഒരുപാടായല്ലോ. ആ, ദേ ഏട്ടൻ വന്നുണ്ട്. പക്ഷേ ഏട്ടന്റെ കയ്യിൽ ഫ്ലവർ ഒന്നും ഇല്ലല്ലോ. ഓ, ചിലപ്പോ ഞാൻ കാണാതിരിക്കാൻ കാറിന്റെ അകത്ത് വെച്ച് കാണും. നന്ദു, എനിക്ക് നല്ല തലവേദനയുണ്ട്. ഒരു ചായ ആ, ഇട്ടുതാ. ഞാനിപ്പൊ ചായ എടുത്തിട്ട് വരാട്ടാ. ഞാൻ ചായ എടുക്കാൻ പോണ സമയത്ത് കാറിൽ നിന്ന് ഫ്ലവർ എടുത്തിട്ട് വന്നിട്ട് സർപ്രൈസ് തരാനായിരിക്കും. ഏട്ടാ, ചായ. ഏട്ടന്റെ കയ്യില് ഫ്ലവർ ഒന്നും കാണുന്നില്ലല്ലോ. ഇനി ഏട്ടനെങ്ങാനും മറന്നുപോയി കാണോ? ഒന്ന് ഓർമ്മിപ്പിച്ചേക്കാം. ഏട്ടാ, ഏട്ടൻ എന്നെങ്ങാനും ഓഫീസിന് പുറത്തു പോയായിരുന്നോ? ഇല്ല, ഞാൻ അവിടെ പോവാൻ. നന്ദു എന്താ അങ്ങനെ ചോദിച്ചേ? ഏ, ഒന്നുമില്ല. ഞാൻ വെറുതെ ചുമ്മാ ചോദിച്ചത്. എങ്കിൽ നന്ദു ചെല്ല്, ഞാൻ കുറച്ചു നേരം കിടക്കട്ടെ. ഉം. ഏട്ടൻ എന്തിനായിരിക്കും എന്നോട് കള്ളം പറഞ്ഞത്? ആ പൂ എനിക്ക് തരാനല്ലെങ്കിൽ പിന്നെ ആർക്കു കൊടുക്കാനായിരിക്കും ഏട്ടൻ മേടിച്ചിട്ടുണ്ടാവുക? ശോ, ഒരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. ഇനി വേറെ ആർക്കെങ്കിലും കൊടുക്കാൻ ഏട്ടൻ മേടിച്ചതാവുമോ? അപ്പോ എനിക്കല്ലെങ്കിൽ പിന്നെ ആർക്ക്?